തൃശൂരിൽ സപ്ലൈകോ ക്രിസ്തുമസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി. സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ഉദ്ഘാടനം മുടങ്ങിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ചടങ്ങിനെത്തിയ മേയറും MLAയും ഉദ്ഘാടനം നിർവഹിക്കാതെ മടങ്ങിപ്പോയി. ക്രിസ്മസ് ആഘോഷം അടുത്തിരിക്കെ അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി ആളുകളാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയിലേക്ക് എത്തിയത്. എന്നാൽ അവശ്യ സാധനങ്ങളൊന്നും ചന്തയിൽ ഇല്ലെന്നറിഞ്ഞതോടെ ജനങ്ങൾ തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു. ജോലിസ്ഥലത്തു നിന്നും ലീവെടുത്ത് സാധനങ്ങൾ വാങ്ങാൻ ജില്ലയുടെ പല ഭാഗങ്ങളിലും നിന്നെത്തിയവരാണ് തങ്ങളുടെ നിരാശ പങ്കുവച്ചത്. ഇവിടെ വന്നപ്പോ ഇവിടെ അരി മാത്രം കിട്ടിയിട്ടുള്ളൂ, പിന്നെ മല്ലി മാത്രം സബ്സിഡി ഇതല്ലാതെ വേറൊരു സാധനം ഇതിൻ്റെ ഉള്ളിലില്ല. ഇവരെന്തിനാണ് നമ്മളെ ഇന്നലെ വന്നപ്പോ ഓഫീസിൽ വന്നപ്പോ എല്ലാ സാധനങ്ങളും ഒന്ന് പറഞ്ഞു പറ്റിച്ചത്? അതാണ് എനിക്ക് വലിയ പൊടിയും ചതിയല്ല ചെയ്തത്. നമ്മളിത് പ്രകാരം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരാനായിട്ട്. ഈ ആൾക്കാർ മുഴുവൻ, ഞാൻ പറഞ്ഞ ആൾക്കാർ മുഴുവൻ ഇവിടേക്ക് വരില്ലേ? അവരൊക്കെ എന്നെ എന്ത് ചെയ്യാൻ? ഞാൻ ഈ കുന്നത്തങ്ങാടി എന്ന് പറഞ്ഞതാ. അത്രയും ദൂരത്ത് തന്നെയല്ലേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വരിക. ഇവിടെ വരുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അവരോട് ഞാൻ എന്ത് മറുപടി പറയും? വയ്യാത്ത ഞാനാണ് ബസ്സിൽ കയറി വന്നിരിക്കുന്നത്. കാരണം മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഇത്ര വിലയില്ല. അപ്പൊ സബ്സിഡി ആകുമ്പോ നമുക്ക് അത്ര ജീവിക്കാൻ പോലും മാർഗമില്ലാത്തവർക്കൊന്നും നമ്മൾ വരുന്ന വ്യക്തിയാ. ഇത് മാത്രം എന്നാൽ ശരിയെന്ന് വിചാരിച്ചിട്ടാണ് ഓടി വന്നിരിക്കണത്. ബുദ്ധിമുട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഇവിടെ എനിക്ക് അത് കൂടെ അരി കിട്ടി, പിന്നെ മല്ലിയും മേടിച്ചു. സബ്സിഡി വെളിച്ചെണ്ണ കൂടുതൽ വിലക്കാണ് മേടിച്ചിരിക്കുന്നത്. 145. കഴിഞ്ഞ പ്രാവശ്യം ഈ വെളിച്ചെണ്ണ 120 രൂപയ്ക്ക് കൊടുത്തേ. ഈ സാധനമാണ് 145 ഇപ്രാവശ്യം തരുന്നത്. അതേസമയം സാധനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ നൽകിയിരുന്നുവെന്നും ഉദ്ഘാടനത്തിന് മുൻപ് സാധനങ്ങൾ എത്തുമെന്നാണ് കരുതിയിരുന്നത് എന്നുമാണ് സപ്ലൈകോ അധികൃതരുടെ വിശദീകരണം. എല്ലാ സാധനത്തിനും പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. അതെല്ലാം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എത്തും എന്നാണ് ഹെഡ് ഓഫീസ് ഞങ്ങൾ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്മസ് ഫെയർ ആരംഭിക്കാനാണ് നിർദ്ദേശം. അതിനുള്ള ഉദ്ഘാടന പരിപാടികൾ തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ 4 ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വന്ന ഐറ്റം അല്ല. ഈ 4 ഐറ്റം നമ്മുടെ നിലവിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഐറ്റമാണ്. അത് മുഴുവൻ ഇങ്ങോട്ട് എടുത്തു. അതായത് അരി, വെളിച്ചെണ്ണ, ചെറുപയർ, മല്ലി, ഈ 4 ഐറ്റം സബ്സിഡി ഉള്ളതാണ്. ആ 4 നമ്മളിവിടെ ഇഷ്ടംപോലെ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സബ്സിഡി ഇല്ലാത്ത നോൺ സബ്സിഡി സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ രാവിലെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പം സാധനം ഉണ്ടെന്ന് അറിയാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സബ്സിഡി സാധനങ്ങൾ 4 ഉള്ളൂ എന്നറിഞ്ഞു. ബാക്കി എപ്പം വരും? നാളെ നാളായിട്ട് എത്തും എന്ന് പറഞ്ഞു. ആഘോഷ ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് തുണയാകേണ്ട സംവിധാനമാണ് സപ്ലൈകോ. എന്നാൽ സാമ്പത്തിക ഞെരുക്കമാണ് സപ്ലൈകോയുടെ ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ്, അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോഡിഗ്രീസ് അക്കാദമിയിൽ ചേർക്കാൻ പറ്റിയില്ല. I'm immensely happy to share my son's experience with Holy Grace Radio, a cool digital radio. This worldwide accessible platform is like a magic wand that makes them speak confidently. KG level മുതൽ തന്നെ സ്വിമ്മിങ്, സ്കേറ്റിങ്, അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 months ആയിട്ടുള്ളൂ. അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു. എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.